രാവിലെ മുറ്റത്ത് കൂടി പാട്ടും പാടി നടന്നപ്പോഴാണ് മുരിങ്ങക്കായും എണ്ണിത്തണ്ട് വാങ്ങി കൊണ്ടേക്കോന്ന് പടുകൂട്ടാൻ ഇഷ്ടമുള്ള എന്നോട് തന്നെയല്ലേ അത് പറയണ്ടേ. ഞാൻ ഓടിപ്പോയി വാങ്ങിച്ചു. ഇപ്പൊ നമ്മൾ ഇടക്കിടക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ വലിയൊരു മീൻ കരിമീനാണെന്ന് തോന്നുന്നു. ശരിക്കും ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇതൊന്നും കഴിച്ചാൽ പിന്നെ നമുക്ക് ചോറും വേറൊന്നും വേണ്ട കേട്ടോ. അത്രയും വലിയൊരു മീൻ ആദ്യം നമ്മളൊന്ന് വാങ്ങിച്ചു. അപ്പൊ പിന്നെ ആർക്കും തഴഞ്ഞില്ല കേട്ടോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനത്തെ മീൻ കിട്ടുക അത് പൊരിക്കുകയും ചെയ്തു. ചെമ്പലി ഞാൻ ചാറും കൂടെ വെച്ചിട്ടുണ്ട്. അത് കുട്ടികളൊക്കെ വന്നിട്ട് 4 പേർക്കും കൂടെ ഒപ്പം കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഉച്ചക്ക് ഞാൻ ഈ മീൻ പൊരിച്ചിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, ക്ഷമിക്കണം. അത് കഴിഞ്ഞ് ചുമ മാറാത്തയും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പോലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ മഴയ്ക്ക് എന്ന് പെയ്തതാണ്, അത് കുറേ മുന്നത്തെ വീഡിയോസ് ആണെന്ന്. അത്ര കൂടുതൽ മുന്നത്തെ വീഡിയോസ് ഒന്നല്ല. എന്തായാലും വയറ് നിറച്ച് കണക്കിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗുളിക കുറച്ച് അധികം ഒക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ശ്വാസം മുട്ടും ചുമയും ഇപ്പോഴും ബാക്കിയാണ്. ഇത്രയും ഗുളിക കിട്ടിയതല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സങ്കടം മാറ്റാൻ കുറച്ച് കപ്പുണ്ടായിരുന്നു. മീൻകറിയും കൂടെ ഉണ്ടല്ലോ, നല്ല കോമ്പിനേഷൻ ആണല്ലേ. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ വക ഐറ്റംസ് ഞാൻ ഒറ്റക്കൊന്നല്ല കേട്ടോ കഴിക്കാറ്. ഞാനും ആദ്യം സച്ചും കൂടാണ് കേട്ടോ കഴിക്കാറുള്ളത്. ഞങ്ങൾ 3 ആളാകുമ്പോൾ നല്ല രസമാണ്. ഇത് ഉണ്ടെങ്കിൽ പിന്നെ അന്ന് നമുക്ക് ചോറും വേറെ ഒരു പരിപാടിയും വേണ്ടല്ലേ. കപ്പുണ്ടെങ്കിൽ കുശാലത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നതാണ് കിവി. അപ്പോൾ അതൊന്ന് കഴിച്ചു. പിന്നെ കുറച്ച് തണ്ണിമത്തം കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്കാണെങ്കിലോ ഈ തണ്ണിമത്തത്തിന്റെ ഈ ഒരു ഓടിൽ തന്നെ വേണം കുടിക്കാനെന്ന് പറഞ്ഞിട്ട് കുടിക്കുക. ചെറിയ ചെറിയ ആഗ്രഹമാണെങ്കിലും നമ്മൾ തന്നെ നടത്തി. ഒരാൾക്ക് വത്തക്കന്റെ തോടിലാണെങ്കിൽ ഒരാൾക്ക് നല്ല എടുത്തു വെച്ച പാത്രത്തെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എടുത്തു വെച്ച പാത്രം എടുക്കാറേ ഇല്ലാന്ന്. പക്ഷെ ഞാൻ എപ്പോഴും കുഞ്ഞാക്കുന്നപ്പോൾ ക്യാരറ്റ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യാരറ്റ് കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ ക്ഷമയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം തന്നെ ഞാനത് കഴിക്കും. അത് മാത്രമായിരുന്നില്ല, ചെറിയ ഓരോ പാക്ക് ഷവർമയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അത് കഴിച്ചിട്ട് പിന്നെ കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സാധനം ഒരു ദിവസം കഴിച്ചോ എന്ന്. കുറേശ്ശെ കഴിക്കുള്ളൂ കേട്ടോ. കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒന്നായിട്ട് വാരി വലിച്ച് കഴിക്കുന്ന ഒരു ശീലമൊന്നുമില്ല. എല്ലാതും കുറേശ്ശെ കഴിക്കും. മയോണൈസ് ഇല്ലാതെയാണ് ഷവർമ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ പാർസലിൽ മയോണൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതെന്തായാലും നമുക്ക് മസ്റ്റ് ആണല്ലോ. അപ്പോൾ കുറേശ്ശെ അതങ്ങോട്ട് തേച്ച് വരതിയിട്ടാണ് കഴിച്ചു. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിന്നാതെ രണ്ടാക്കും വലിയ സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അതാക്കി കൊടുക്കുകയാണ്. എനിക്ക് അത്രയും സമാധാനം ഉണ്ടാവില്ല. കേക്ക് നമ്മളെ കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അത് കഴിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു പൊട്ട് അത്രയും ഇരുന്ന് കഴിച്ച് സംസാരിക്കുമ്പോഴാണ് കേട്ടോ എല്ലാ കഥകളും ഉള്ളിൽ നിന്ന് പുറത്ത് വരികയുള്ളൂ. അങ്ങനെ എല്ലാ കഥകളും പറഞ്ഞു. രണ്ടാളും അങ്ങനെ തന്നെയാണ്. സ്കൂളിലെ കഥകളും കുറേ ഇല്ലാത്ത കഥകളും ഉണ്ടാവും. പക്ഷെ നമ്മളതൊക്കെ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ വില്ലൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ക്യാരറ്റ്. നിങ്ങൾ എന്നെ പോലെ ഒരു തീറ്റപ്രാന്തി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കൂടെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട കേട്ടോ.